ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 2 പുഡിങ്ങിൻ്റെ റെസിപ്പീസാണ്. ഒന്ന് മിൽക്ക് പുഡിങ്ങും ഒന്ന് കോഫി പുഡിങ്ങും. കോഫിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു പുഡിങ്ങാണ് കോഫി പുഡിങ്. അതുപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് മിൽക്ക് പുഡിങ്ങും അതുപോലെ കോഫി പുഡിങ്ങും തയ്യാറാക്കാം. നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. ഈ പുഡിങ് വളരെ എളുപ്പത്തിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ ഈ റെസിപ്പീസ് കാണുക, ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഞാനിവിടെ ജെലാറ്റിൻ ഒരു 25 ഗ്രാം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചെറു ചൂടുവെള്ളം ഒരു 1/4 കപ്പോളം ഒഴിച്ചു കൊടുക്കാം. ഇത് ചെറുതായിട്ട് ചൂടാക്കിയതാണ്, വളരെയധികം കൂടുതൽ ചൂടാവേണ്ട ആവശ്യമില്ല വെള്ളം. ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമുക്ക് ജെലാറ്റിൻ ആ വെള്ളത്തിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇത് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു 2 കപ്പ് പാലെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ തീ ഒന്നും കത്തിച്ചിട്ടില്ല. നമ്മളിത് കുറച്ച് സാധനങ്ങൾ മിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് തീ കത്തിക്കുക. ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. പഞ്ചസാര ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. 2 ടേബിൾ സ്പൂൺ ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇപ്പോൾ മിൽക്ക് മെയ്ഡ് ഇല്ല എങ്കിൽ നമുക്ക് പഞ്ചസാര 2 ടേബിൾ സ്പൂൺ കൂടി ആഡ് ചെയ്താലും മതി. ഇനിയിപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് നന്നായിട്ട് യോജിച്ച് വന്നോളൂ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാൽപ്പൊടിയാണ്, 2 ടേബിൾ സ്പൂൺ. അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ പാലൊട്ടും ചൂടാവാത്തത് കൊണ്ടാണ് ഇതുപോലെ കിടക്കുന്നത്. ഇത് പാലൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് നന്നായിട്ട് അത് മിക്സ് ആയിക്കോളും. ഇപ്പോൾ കുറച്ചൊക്കെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. തരിയായിട്ട് കിടക്കുന്നതൊക്കെ പാല് ചൂടാകുമ്പോൾ അങ്ങ് അലുത്ത് വന്നോളും. ഇനിയിപ്പോൾ നമുക്ക് തീ ഒന്ന് കത്തിച്ചു കൊടുക്കാം. അത് ചെറു തീയിൽ തന്നെ ഇടുക, തീ കൂട്ടി വെക്കരുത്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മാത്രം മതി. നമുക്കിത് പാലൊന്ന് തിളച്ചു വരണം. ഇതിപ്പം പാൽപ്പൊടിയൊക്കെ നന്നായിട്ട് അലുത്ത് വന്നിട്ടുണ്ട്. അതുപോലെ മിൽക്ക് മെയ്ഡും എല്ലാം യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് അടുപ്പിലിരുന്ന് കുറേ നേരം ഇരുന്ന് കുറുകേണ്ട ആവശ്യമൊന്നുമില്ല. പാലൊന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ കൂടി പഞ്ചസാരയോ മിൽക്ക് മെയ്ഡോ ആഡ് ചെയ്താലും മതി. ഇപ്പം നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് കുറച്ചൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. കാരണം നമ്മൾ ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന ജെലാറ്റിൻ ചേർത്ത് കൊടുക്കണം. ഭയങ്കര ചൂടോടുകൂടി ജെലാറ്റിൻ ചേർത്താൽ ചിലപ്പോൾ പാല് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ചൊന്ന് തണുക്കാൻ വെക്കാം. ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് വെച്ചാൽ മതി. ഇപ്പോൾ പാല് തണുത്തിട്ടുണ്ട്. തീരെ തണുത്ത് പോകരുത്, ചെറു ചൂട് വേണം. അതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന ജെലാറ്റിൻ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ പാലിന് ഇപ്പോൾ ഉള്ള ചൂടിൽ തന്നെ ജെലാറ്റിൻ നമുക്ക് നന്നായിട്ട് മെൽറ്റായി വന്നോളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാലിൻ്റെ ചെറു ചൂടിൽ തന്നെ ജെലാറ്റിൻ അലുത്ത് വന്നോളൂ. ഇപ്പോൾ ജെലാറ്റിൻ എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് പാലിൽ. ഇതിപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. ഞാൻ ഇതുപോലത്തെ 2 ബൗൾ എടുത്തിട്ടുണ്ട്. ചെറിയ ബൗളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വലിയൊരു ബൗളിലേക്ക് മുഴുവനോട് ഒഴിക്കാനാണെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിലേക്ക് നമുക്ക് നിറച്ചും നമ്മുടെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിനി നമുക്ക് സെറ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പം നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് ബബിൾസ് ഒക്കെ വരും. അപ്പോൾ അതെല്ലാം നമ്മൾ ഇതുപോലെ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഫോർക്കോ വെച്ചിട്ടെല്ലാം ഒന്ന് പൊട്ടിച്ച് കളയുക. ഇപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ വെക്കണം. ഇത് നന്നായിട്ടൊന്ന് ഹാർഡ് ആവുന്നിടം വരെ, സെറ്റ് ആവുന്നിടം വരെ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. ആ സമയത്തിന് നമുക്ക് അടുത്ത കോഫി പുഡിംഗ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് ചൂടുവെള്ളം നമുക്ക് ഒഴിക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ 2 റെസിപ്പിയിൽ ജെലാറ്റിന് പകരം കോൺഫ്ലോർ അല്ലെങ്കിൽ ചൈന ഗ്രാസ് യൂസ് ചെയ്തും ചെയ്യാവുന്നതാണ്. നമുക്കൊരു പാനിലേക്ക് 2 കപ്പ് പാല് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്ക് 2 ടേബിൾ സ്പൂൺ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ നമ്മളിതൊന്ന് മിക്സ് ആയതിനു ശേഷം മാത്രമേ തീ കത്തിക്കത്തുള്ളൂ. ഇപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് മിക്സ് ആക്കി കൊടുക്കാം. ഇപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കും പഞ്ചസാരയും ഒക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെറുതീയിൽ നമുക്കിതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. അതിനായിട്ട് ഇനിയാണ് നമ്മൾ തീ കത്തിച്ച് കൊടുക്കേണ്ടത്.
ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ 2 കപ്പ് പാലിന് 2 ടേബിൾ സ്പൂൺ നല്ലൊരു ഫ്ലേവറിൽ തന്നെ കിട്ടും. കോഫി പൗഡറും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഏതായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിപ്പോൾ പാല് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പാല് ചൂടായി വരുമ്പോഴത്തേനും ഇതെല്ലാം നന്നായിട്ട് അതിലേക്ക് മെൽറ്റായി യോജിച്ച് വന്നോളും. ഇതിപ്പോൾ കോഫിയുടെ നല്ലൊരു കളറും നല്ലൊരു ഫ്ലേവറും ഒക്കെ ഉള്ള ഒരു പുഡിങ്ങാണ്. ഇതിപ്പോൾ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്ത് ഇത് കുറച്ച് നേരം ഒന്ന് തണുക്കാൻ വയ്ക്കണം. ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് നമുക്കിതൊന്ന് തണുക്കാൻ വയ്ക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ ഒരു ചെറു ചൂടോടുകൂടിയാണ് ഇതിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ജെലാറ്റിൻ്റെ മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ മിക്സിലേക്ക് നന്നായിട്ട് ജെലാറ്റിൻ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. നിങ്ങൾ ചൈന ഗ്രാസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിലും ശ്രദ്ധിക്കണം. നല്ല ചൂടോടുകൂടി ഇരിക്കുന്ന പാലിലേക്ക് ചൈന ഗ്രാസ് ഒരിക്കലും ചേർത്ത് കൊടുക്കരുത്. പാല് അത് പിരിഞ്ഞു പോകും. അതുകൊണ്ട് ചൂടൊന്ന് ചെറുതായിട്ടൊന്ന് കുറഞ്ഞതിന് ശേഷം മാത്രമേ ഇത് ചേർത്ത് കൊടുക്കാവുള്ളൂ. നമുക്കിതിനി 2 ബൗളിലേക്ക് മാറ്റാം. ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കോഫി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പുഡിങ്ങാണ്. അതും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിനിയിപ്പം നമുക്ക് സെറ്റ് ആവുന്നിടം വരെ ഫ്രിഡ്ജിലൊന്ന് വെക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ 2 പുഡിങ്ങും സെറ്റായിട്ടുണ്ട്. അതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. മിൽക്ക് പുഡിങ്ങും അതുപോലെ തന്നെ കോഫി പുഡിങ്ങും റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിന് മുകളിലേക്ക് കുറച്ച് ഗാർണിഷിങ്ങിന് കുറച്ച് ഐറ്റംസ് ചേർക്കാം. ഞാനിവിടെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് മിൽക്ക് പുഡിങ്ങിൻ്റെ മുകളിലേക്ക് നമുക്ക് വൈറ്റ് ചോക്ലേറ്റും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കാണാനും നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ്. ഇനിയിപ്പോൾ നമുക്ക് കോഫി പുഡിങ്ങിന് മുകളിലേക്ക് ഞാൻ കുറച്ച് ചോക്കോ ചിപ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊക്കെ ജസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ ചോക്ലേറ്റ് ആണെങ്കിലും ഗ്രേറ്റ് ചെയ്തിടാം. ഇതാ ഞാനൊരു പീസ് ഇതിൽ നിന്ന് മുറിച്ചെടുത്ത് കാണിക്കാം. ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കോഫി പുഡിങ്ങും അതുപോലെ തന്നെ മിൽക്ക് പുഡിങ്ങും വളരെ ടേസ്റ്റിയാണ്. അതുപോലെ ഇത് സെറ്റ് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു ടൈം മാത്രമേ ഉള്ളൂ. നമുക്ക് കുക്കിംഗ് ടൈം വളരെ കുറവാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യേണ്ട ആ ഒരു ടൈം മാത്രമേ നമുക്ക് ആവശ്യമായി വരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിരുന്നുകാരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. കുക്കിങ്ങിനായിട്ട് നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ് തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കുക. അതുപോലെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ്. ഇനിയും ഞാൻ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.